കൂട്ടരേ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയാണ് അത്യാർത്തി ആപത്തായി. അനാഥരായി ധാരാളം പേർ തെരുവിൽ അലയാറുണ്ടല്ലോ. അക്കൂട്ടത്തിൽ അത്യാർത്തിക്കാരനായ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. എന്ത് തിന്നാലും മതിയാകാത്ത ആ കുട്ടിക്ക് അന്ന് ആഹാരമൊന്നും കിട്ടിയിരുന്നില്ല. അങ്ങനെ വിശന്ന് വിശന്ന് നടക്കുമ്പോഴാണ് ഒരു പലഹാരക്കട കണ്ടത്. മധുര പലഹാരങ്ങളെന്ന് വെച്ചാൽ അവന് ജീവനാണ്. നിറഞ്ഞ ഗ്ലാസ് ഭരണികൾ മൊത്തം മധുര പലഹാരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഇത് കണ്ട് ആ കുട്ടിയുടെ വായിൽ വെള്ളം മൂറി. പതിയെ അടുത്ത് ചെന്ന് കടയിലേക്ക് അവൻ എത്തി നോക്കി. കടയുടമ കൂർക്കം വരച്ചുറങ്ങുകയാണ്. നാല് ചുറ്റും ഒന്ന് നോക്കി, ആരെയും കാണാനില്ല. ഇത് തന്നെ അവസരം. ആ കുട്ടി ഭരണികളിലൊന്നിൽ വലത് കൈ തള്ളിക്കയറ്റി. കൈ നിറച്ചും പലഹാരങ്ങൾ. പക്ഷേ അത് പുറത്തെടുക്കാൻ കഴിയണ്ടേ? കൈ വരുന്നില്ല. കുട്ടി വിഷമിച്ചു. വീണ്ടും ശ്രമിച്ചു, വരുന്നില്ല. കൈ പുറത്തേക്കെടുക്കണമെങ്കിൽ കയ്യിലിരിക്കുന്ന മധുരപലഹാരങ്ങളുടെ പകുതിയെങ്കിലും ഇടണം. ആ പിടിച്ചിരിക്കുന്ന മധുരപലഹാരങ്ങളുടെ പകുതിയെങ്കിലും വിട്ടാൽ മാത്രമേ കൈ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത്യാർത്തി മൂലം അതിനുണ്ടോ അവന് മനസ്സ് വരുന്നു. ഈ തത്രപ്പാടിനിടയിൽ കടയുടമ ഉറക്കമുണർന്നു. അയാൾ കുട്ടിയെ പിടിച്ച് തൻ്റെ കൈ വേദനിക്കുവോളം തല്ലി. എന്നിട്ട് പറഞ്ഞു, എടാ, കയ്യിൽ ഒതുങ്ങുന്നതിൻ്റെ പകുതിയെ എപ്പോഴും എടുക്കാവൂ. കുട്ടിയുടെ ചെവിയിൽ നുള്ളിപ്പിടിച്ചുകൊണ്ട് കടയുടമ വീണ്ടും പറഞ്ഞു, അത്യാർത്തി മൂലം നിനക്ക് തല്ല് കിട്ടിയത് മാത്രമല്ലേ നേട്ടം? ഇനി ഓടിക്കോ വേഗം. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കി? കൊക്കിലൊതുങ്ങുന്നതേ കോരാവൂ. ഇനി മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. ബൈ.